നേരം ഉച്ച 1 മണിയായി. മാണ്ടിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെട്ടതാണ്. 65 കിലോമീറ്ററോളം നമ്മൾ ഓടി. ഇപ്പോൾ മണാലിയിലാണ്. ലഡാക്ക് റൂട്ടിലുള്ള ഉയരം കൂടിയ പാസ്സായ ബാരാലാച്ചയാണ് അടുത്ത ലക്ഷ്യം. ഇവിടെ ഹിഡംബി ടെമ്പിളൊക്കെ കണ്ട് മാൽ റോഡിൽ നിന്നും കുറെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അടൽ ടണൽ ലക്ഷ്യമാക്കി നീങ്ങി. ടണലിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വ്യക്തമായിരുന്നില്ല. മഞ്ഞു വീണ് റോഡുകളൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ യാത്ര ഡൈവേർട്ട് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ വേണ്ടി വന്നേക്കാം. ഇതുവരെയുള്ള യാത്ര വളരെ സുഗമമായിരുന്നു. ബിയാസ് നദിയുടെ കരയിലൂടെയാണ് നമ്മുടെ യാത്ര. പല ഭാഗത്തും റോഡുകൾ തകർന്നു പോയിട്ടുണ്ട്. പണികൾ തകൃതിയായി നടക്കുന്നു. ഇരുവശത്തും അഡ്വഞ്ചർ അമ്യൂസ്മെന്റുകൾക്കുള്ള ധാരാളം കൗണ്ടറുകൾ കാണാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോളാങ് വാലിയിലൂടെയാണ്. അടൽ ടണലിലേക്ക് ഇവിടെ നിന്ന് 28 കിലോമീറ്ററോളം ഓടാനുണ്ട്. സീസണിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. സാവധാനം നമ്മൾ കയറ്റം ആരംഭിച്ചു. മുൻപൊരിക്കൽ ഞാൻ ഇതുവഴി ഹിമാചൽ ട്രാൻസ്പോർട്ടിന്റെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു. വഴിക്ക് വെച്ച് ഒരു നല്ല വ്യൂ പോയിന്റിൽ ബൈക്ക് നിർത്തി. ചെറിയ വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഹിമാചൽ മാതൃകയിലുള്ള കുറച്ച് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അകലെ മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങൾ, താഴ്വരയിൽ കുറച്ചു ഗ്രാമങ്ങൾ. ഏത് ആംഗിളിൽ നോക്കിയാലും വശ്യമായ സൗന്ദര്യം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. 2 ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ടും എല്ലാവരും നല്ല എനർജിയിലാണ്. ക്ഷീണമൊന്നും തോന്നിയിരുന്നു. കുറെ ഓടിയതിനു ശേഷം യാക്കുകളും മറ്റുമുള്ള ഒരു സ്ഥലത്തെത്തി. ബൈക്ക് കുറച്ചു നേരം സൈഡിൽ ഒതുക്കിയിട്ടു. 2 മണിയോളമായി കാണും. നല്ല തണുപ്പ് അരിച്ചു കയറി തുടങ്ങിയിരുന്നു. 100 രൂപ കൊടുത്താൽ കുറച്ചു സമയം യാക്കിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യാം. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടുത്തെ നാട്ടുകാരായ സ്ത്രീകളുടെ വേഷവിധാനം എനിക്ക് വളരെ വിചിത്രമായി തോന്നി. അവരുടെ കൂടെ വീഡിയോസ് എടുക്കാൻ ഞാൻ സാധനങ്ങളുടെ വില ചോദിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, കുറെ മേലോട്ട് പോയാൽ ഇനിയും നല്ല തണുപ്പാണ്, മഞ്ഞൊക്കെ മൂടിക്കെടുക്കുകയാണ്, നിങ്ങളിട്ട വസ്ത്രങ്ങളൊക്കെ തണുപ്പ് പ്രതിരോധിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ നല്ല തണുപ്പ് പ്രതിരോധിക്കുന്ന ജാക്കറ്റുകളും വാട്ടർ പ്രൂഫ് ഷൂസുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വില വെറും 200-300 രൂപ മാത്രമായിരുന്നു. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിരുന്നില്ല. പാവങ്ങളുടെ സമയം മെനക്കെടുത്തതിന് 200 രൂപ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും നിർബന്ധിച്ച് അവരെ കൊണ്ട് പിടിപ്പിച്ചു. അടുത്തുള്ള ചോളം വിൽക്കുന്ന ആളിൽ നിന്നും കുറച്ച് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. 3 ചുട്ട ചോളവും വാങ്ങി. ചോളം ചുട്ടെടുക്കുന്ന കനലിൻ്റെ ചൂട് കിട്ടിയപ്പോൾ നല്ല സുഖം തോന്നി. അടൽ ടണലിന് ശേഷമുള്ള പല സ്ഥലങ്ങളും ഇപ്പോഴും മഞ്ഞുമൂടി കിടക്കുകയാണെന്നും പല റോഡുകളും വിന്ററിന് ശേഷം ഇപ്പോഴും തുറന്നിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു. സുരേഷ് ഉപ്പും കുരുമുളക് പൊടിയും വിതറിയ ചൂട് പുട്ട നന്നായി ആസ്വദിക്കുകയാണ്. കുറച്ചു നേരം അവിടെ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്രയായി. അടൽ ടണലിലേക്ക് ഇവിടെ നിന്നും 15 കിലോമീറ്റർ ഇനിയും ഓടാനുണ്ട്. പിന്നെയും കുറച്ച് കടകളും ഡാബുകളും പിന്നിട്ട് നമ്മൾ ബൈക്ക് ഓടിച്ചു. ഉയരം കൂടുന്തോറും തണുപ്പും ക്രമേണ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടൽ ടണലിനെ റോഹ്താങ് ടണൽ എന്നും അറിയപ്പെടുന്നു. അടൽ ടണൽ നിർമ്മിക്കുന്നതിന് മുമ്പ് മനാലിയിൽ നിന്നും സ്പിറ്റി ലാഹോൽ മേഖലയിൽ നിന്നും അതുവഴി ലഡാക്കിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിർ പാഞ്ചാൽ മലനിരകളിലൂടെയുള്ള റോഹ്താങ് പാസ് എന്ന ദുർഘടമായ മലമ്പാതയിലൂടെയായിരുന്നു. അന്ന് സൈനികാവശ്യങ്ങൾക്കും സ്പിറ്റി ലാഹോൽ ഭാഗത്തുള്ള ഗ്രാമീണർ തങ്ങളുടെ കച്ചവട ആവശ്യങ്ങൾക്കുമായാണ് പ്രധാനമായും ഈ പാത ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് വളരെ അപകടകരമായ ഒരു പാതയാണിത്. വർഷത്തിൽ 365 ദിവസവും ചിലപ്പോൾ ഇവിടെ മഞ്ഞു മൂടപ്പെട്ടു കിടക്കാറുണ്ട്. ഇടുങ്ങിയ പാതകളും ചെങ്കുത്തായ കൊക്കകളും വെള്ളച്ചാലുകളും മണ്ണിടിച്ചിലുകളും കൊണ്ട് ദുർഘടമായ ഈ പാത അനേകം അപകട മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. റോഹ്താങ് എന്ന പ്രാദേശിക നാമത്തിന്റെ അർത്ഥം തന്നെ ശവങ്ങളുടെ കൂമ്പാരം എന്നാണ്. പണ്ട് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നിരവധി സൈനികരും നാട്ടുകാരും ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ ആധിക്യം കാരണം ഇപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ പ്രവേശനം കർക്കശമാക്കിയിട്ടുണ്ട്. അടൽ ടണലിന്റെ നിർമ്മാണത്തോടുകൂടെ ഈ പാതയുടെ ദൈർഘ്യം 46 കിലോമീറ്റർ കുറയുകയും കൂടുതൽ സുഗമമാവുകയും ചെയ്തു. ഈ പാതയിലൂടെ മനാലി ലഡാക്ക് യാത്രയിൽ 5 മണിക്കൂറോളം ലാഭിക്കാനാകും. അതിർത്തിയിലുള്ള ഇന്ത്യൻ പട്ടാളത്തിന്റെ തന്ത്രപരമായ പാതയായി ഇത് മാറിക്കഴിഞ്ഞു. ഉയരത്തിലെത്തിയപ്പോഴേക്കും മഞ്ഞിന്റെ സാമീപ്യം കൂടി വന്നത് എല്ലാവരിലും നല്ല ആവേശം ഉണ്ടാക്കി. ഏപ്രിൽ മാസമായതുകൊണ്ടാവണം താഴേക്കടിയുള്ള ഐസൊക്കെ സാവധാനം ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. ഐസ് കഷ്ണങ്ങൾ ചിതറി റോഡിൽ കിടക്കുന്നത് കാണാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി അപകടം ഉണ്ടായേക്കാം. ഞാൻ ശ്രദ്ധാപൂർവം മഞ്ഞിൻ കഷ്ണങ്ങൾക്കിടയിലൂടെ പതിയെ ബൈക്ക് ഓടിച്ചു.
പണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന മാസികയിലൂടെയാണ് ഇത്തരം കാഴ്ചകൾ ആദ്യമായി കണ്ടിരുന്നത്. കാലങ്ങൾക്ക് ശേഷം ഇവയൊക്കെ നേരിട്ട് കാണുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവമായി മാറി. റോഡിൽ നിന്നും മഞ്ഞ് നീക്കം ചെയ്തിട്ടുണ്ട്. വിന്ററിന് ശേഷം ഇപ്രാവശ്യം ഈ പാത തുറന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുവരേക്കും ഈ പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടപ്പെട്ടു കിടക്കുകയായിരുന്നു. ഇവിടെ ലാൻഡ് സ്ലൈഡിൽ പകുതി ഭാഗം റോഡും ഒലിച്ചുപോയിരിക്കുന്നു. വലതുഭാഗത്ത് അഗാധമായ കൊക്കയാണ്. വളരെ സൂക്ഷിച്ച് ബൈക്ക് മുന്നോട്ടെടുത്തു. പിന്നെയും ഉയരങ്ങൾ താണ്ടി അടൽ ടണലിൻ്റെ സൗത്ത് പോർട്ടലിൽ എത്തി. 10,000 അടിക്ക് മുകളിലായാണ് ഈ ടണൽ. സമയം വൈകിട്ട് 3 മണിയായി കാണും. കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. മഞ്ഞും മൂടി കെട്ടിയ ഭീമാകാരമായ പീർപാഞ്ചാൽ പർവ്വതനിരകൾ മുന്നിൽ കാണാം. ഈ പർവ്വതങ്ങൾ തുരന്നാണ് അടൽ ടണലിൻ്റെ നിർമ്മാണം. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അടൽ ടണലിലേക്ക് നീങ്ങി. ബൈക്കുകൾക്ക് സ്പെഷ്യൽ പാസുകളോ മറ്റു ഫീസുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. അകലെ പർവ്വതങ്ങൾക്കും താഴെ ഒരു പൊത്തുപോലെ അടൽ ടണൽ കാണാം. 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ടണൽ മുഴുവനും ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്നു. 15 മിനിറ്റ് കൊണ്ട് ടണലിൻ്റെ വടക്കേ അറ്റത്തുള്ള നോർത്ത് പോർട്ടലിൽ എത്തിച്ചേരാം. അടൽ ടണലിന്റെ മറുഭാഗത്തെ ഞങ്ങൾ കണ്ട കാഴ്ച അതിഗംഭീരമായിരുന്നു. പർവ്വതങ്ങളും താഴ്വരകളും എല്ലാം മഞ്ഞുമൂടി കിടക്കുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമായി പോയേനെ എന്നാണ് പ്രതിഭേട്ടൻ പറയുന്നത്. പാലത്തിന് മുകളിലായി പാർക്ക് ചെയ്ത കാരണം നമ്മുടെ ബൈക്കുകൾ മാറ്റാനുള്ള അനൗൺസ്മെന്റ് നിങ്ങൾക്ക് കേൾക്കാം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേഗം നമ്മൾ അവിടുന്ന് യാത്രയായി. ഇവിടെ നിന്ന് വലത്തേക്കാണ് സ്പിറ്റി വാലി സർക്കിളിന്റെ അവസാനത്തെ ലാപ്പായ ബത്താൾ ചന്ദ്രതാൾ ഒക്കെ പോകേണ്ടത്. കോക്സർ കഴിഞ്ഞ് റോക്താങ് പാസ് എൻഡ് ചെയ്യുന്ന ഗ്രാംഫു മുതൽ മഞ്ഞുമൂടി കിടക്കുന്നത് കാരണം ഈ വഴിക്കുള്ള എല്ലാ റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യ പ്ലാൻ ചന്ദ്രതാൾ ആയിരുന്നു. ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി നമ്മൾ കീലോങ് വഴി ബാരാലാച്ചയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചെനാബ് നദിക്കരയിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഋഗ്വേദത്തിൽ ഈ നദിയെക്കുറിച്ച് ഇരുണ്ട കാർമേഘങ്ങൾ നിറഞ്ഞ ജലം എന്ന അർത്ഥം വരുന്ന അസീക്കിനി എന്ന പേരിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതത്തിൽ ചന്ദ്രഭാഗ എന്ന് പൊതുവെ അറിയപ്പെടുന്ന നദിയും ഇതുതന്നെയാണ്. യാത്ര കുറച്ചുകൂടി ത്രില്ലിംഗ് ആയി തുടങ്ങി. 2 ആളുടെ പൊക്കത്തിലാണ് ഐസ് റോഡിന്റെ ഇരുവശങ്ങളിലും. ഇവിടെ മാസങ്ങളോളം ഐസ് മൂടിക്കെട്ടിയിരിക്കും. ഇവിടെ കെട്ടിക്കിടക്കുകയായിരുന്ന മഞ്ഞൊക്കെ മാറ്റി ഗതാഗതം പുനരാരംഭിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അടൽ ടണലിനു ശേഷം ഇങ്ങോട്ട് വാഹനങ്ങൾ നന്നേ കുറവാണ്. വെയിലേറ്റ് റോഡ് ചൂടുപിടിക്കുന്നത് കാരണം താഴെയുള്ള മഞ്ഞുരുകി റോഡിലേക്ക് ഒഴുകുന്നത് കാണാം. മുന്നോട്ട് വാഹനങ്ങൾ നന്നേ കുറഞ്ഞു തുടങ്ങിയിരുന്നു. പലപ്പോഴും കിലോമീറ്ററുകളോളം നമ്മൾ മാത്രമായിരുന്നു റോഡിൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ബൈക്ക് നിർത്തി. എല്ലാവരും നല്ല ആവശ്യത്തിലാണ്. ഇതുവരെ പാട്ട് പാടാത്ത സുരേഷൊക്കെ പാടാൻ തുടങ്ങിയിരിക്കുന്നു. താഴെ ഇരുണ്ട നിറത്തിൽ ചെനാബ് നദി കാണാം. കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് പിന്നെയും നമ്മൾ മുന്നോട്ടേ. മാസ് ഗ്രഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഭൂപ്രദേശം. ഒരു പുല്ല് പോലും മുളക്കാത്ത കോൾഡ് ഡെസേർട്ട്. വാഹനങ്ങളുടെ ചക്രങ്ങൾ കയറി ഇറങ്ങിത്തെറിച്ച് ഐസ് കഷ്ണങ്ങൾ റോഡിൽ. ശ്രദ്ധയോടെ അത്തരം സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ചില്ലെങ്കിൽ തെന്നിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടെ നിർത്തിയാണ് നമ്മുടെ യാത്ര. വഴിയിൽ വ്യൂ പോയിന്റ് എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് വീണ്ടും ബൈക്ക് നിർത്തി. ചൂട് ചായ കുടിക്കുകയായിരുന്നു ഉദ്ദേശം. മഞ്ഞുമൂടി കിടക്കുന്ന ലാഹോൽ പർവ്വതങ്ങൾക്ക് താഴെ ചെനാബ് നദിയുടെ തീരം. നമ്മൾ മഞ്ഞിലേക്ക് ഇറങ്ങിച്ചെന്നു. കുറെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു ഉദ്ദേശം.
അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ദീദിയുടെ ചെറിയ ഡാബയിൽ നിന്നും കിട്ടിയ ചൂട് ചായയുടെ വൈബ് വേറെ ലെവൽ തന്നെയായിരുന്നു. ദീദിയുടെ കാവൽക്കാരനായ പട്ടി സ്നേഹത്തോടെ അടുത്തു വന്നു. ഇത്തരം സ്ഥലങ്ങളിൽ മഞ്ഞിൽ കുടുങ്ങിപ്പോകാറുള്ള പലരെയും രക്ഷപ്പെടുത്തിയത് ഇത്തരം നായകളുടെ സഹായത്തോടു കൂടിയാണ്. പിന്നെയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നേരം അധികമായിട്ടില്ലെങ്കിലും നല്ല വെളിച്ചക്കുറവുണ്ടായിരുന്നു. ക്യാമറയിൽ ഓട്ടോ എക്സ്പോഷർ ഫംഗ്ഷൻ ആകുന്നത് കാരണം വീഡിയോയിൽ അല്പം വെളിച്ചമുള്ളതായി തോന്നിയേക്കാം. പിന്നെ ഗ്ലേഷ്യറിൽ നിന്നുമുള്ള റിഫ്ലക്ഷൻ കാരണം അല്പം വെളിച്ചം ലഭിക്കുന്നുണ്ട്. തികച്ചും പരിചിതമല്ലാത്ത സ്ഥലത്തുകൂടി നമ്മൾ പോയിക്കൊണ്ടിരുന്നു. ഇനി അധിക ദൂരം ബൈക്ക് ഓടിക്കാൻ പറ്റില്ലെന്ന് തോന്നിത്തുടങ്ങി. ഉയരം കൂടുകയും വെളിച്ചം കുറയുകയും ചെയ്തതോടെ അന്തരീക്ഷം നേർത്ത് ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങുകയും ചെയ്തു. ചെറുതായി ക്ഷീണം തോന്നാൻ തുടങ്ങിയിരുന്നു. കൈകാലുകൾ നന്നായി മരവിച്ചു തുടങ്ങി. എന്തായാലും ഇരുട്ടു മുമ്പ് കീലോങ്ങിൽ എത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു. താണ്ടി ബ്രിഡ്ജിന് മുമ്പുള്ള ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പാണ് ഇടതുവശത്ത് കാണുന്നത്. മനാലി കീലോങ് വഴി ലഡാക്കിലേക്കുള്ള റൂട്ടിൽ സെക്കൻഡ് ലാസ്റ്റ് പെട്രോൾ സ്റ്റേഷനാണിത്. കീലോങ്ങിലുള്ള അവസാനത്തെ പെട്രോൾ സ്റ്റേഷൻ കഴിഞ്ഞാൽ 547 കിലോമീറ്ററിന് ശേഷമേ പമ്പുള്ളൂ. ഈ റൂട്ടിൽ വരാറുള്ള റൈഡേഴ്സിന്റെ ഏക ആശ്രയമായിരുന്നു കുറെ കാലം ഈ പമ്പ്. നമ്മൾ താണ്ടി ബ്രിഡ്ജിൽ എത്തിയിരിക്കുന്നു. ചെറിയ ചെറിയ കടകളും മറ്റുമുള്ള ഒരു സ്ഥലം. ഇവിടെ ഹോം സ്റ്റേയും മറ്റും ലഭ്യമാണ്. അപ്പർ ഹിമാലയത്തിന്റെ ധാർച്ച എന്ന സ്ഥലത്തു നിന്നും ആരംഭിക്കുന്ന ബാഗ നദിക്ക് കുറുകെയാണ് താണ്ടി ബ്രിഡ്ജ്. ചെനാബ് നദി ആരംഭിക്കുന്നതാകട്ടെ അപ്പർ ഹിമാലയത്തിന്റെ തന്നെ ഭാഗമായ ബാരാലാച്ച പാസിന് തെക്ക് പടിഞ്ഞാറുള്ള പർവ്വതത്തിൽ നിന്നുമാണ്. താണ്ടി ബ്രിഡ്ജിന് ശേഷം ഈ രണ്ട് നദികളും സംഗമിച്ച് കാശ്മീരിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകി പാകിസ്ഥാനിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് കീലോങ്ങിലേക്ക് 8 കിലോമീറ്ററോളം ഇനി ഓടാനുണ്ട്. മുന്നിൽ ലാഹോൽ സ്പിറ്റി റേഞ്ചിലെ ഭീമാകാരമായ മഞ്ഞുപർവ്വതങ്ങൾ കാണാം. റോഡിൽ ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമായി. മഞ്ഞുകാലത്ത് ഉറഞ്ഞുപോയ മരങ്ങൾ ഇനിയും ഉണർന്നിട്ടില്ല. വല്ലാത്ത ഭ്രമം ഉണ്ടാക്കുന്ന അന്തരീക്ഷം. നമ്മുടെ ബൈക്കിന്റെ ശബ്ദമൊഴിച്ചാൽ എല്ലായിടത്തും ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. ഓടി ഓടി നമ്മൾക്ക് ദിശാബോധം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥ. അവസാനം നമ്മൾ കീലോങ് വില്ലേജിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരുന്നു. എല്ലിൽ കുത്തുന്ന തണുപ്പും ശൂന്യമായ മാർക്കറ്റ് പരിസരം. ടൂറിസ്റ്റുകൾ എന്ന് തോന്നുന്ന 5-6 പേരെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഒരു പ്രേതബാധയുള്ള സ്ഥലം പോലെ എല്ലാം അടഞ്ഞു കിടക്കുന്നു. സീസൺ അല്ലാത്തത് കാരണം ആരും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. താമസ സൗകര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. टेंट मिलेगा, टेंट 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 रहने का है। टेंट कैसे मिलेगा? नहीं मिलेगा। टेंट 7 नहीं लगे होते ना, आजकल टेंट में बहुत इसलिए अभी लगे नहीं है. തുറന്നു കിടന്നിരുന്ന ഒരു കടക്കാരനോട് താമസിക്കാനുള്ള റൂമിനെ കുറിച്ച് അന്വേഷിച്ചു. ടെന്റ് അടിച്ച് താമസിക്കാനുള്ള നമ്മുടെ അതിയായ ആഗ്രഹം ഇവിടെയും വിഫലമായി. വിന്ററിൽ ഇവിടെ ആരും ടെന്റ് അടിക്കാറില്ലത്രേ. കുറച്ച് അന്വേഷിച്ചതിന് ശേഷം ഒരു ഗസ്റ്റ് ഹൗസ് തരപ്പെട്ടു. സുമ്രില്ല ഗസ്റ്റ് ഹൗസ്. ആദ്യം ഹോട്ടൽ ഒക്കെ ഒന്ന് നടന്നു കണ്ടു. सुमरिला गेस्ट हाउस सुमरिला रूम के लिए कितना है? 1000 जी सस्ता है, बहुत सस्ता है। बिल्कुल इसकी बालकनी भी है। ബാൽക്കണിയിൽ നിന്നും മനോഹരമായ ലാഹോൽ ഗ്ലേഷ്യർ കാണാം. ഗ്ലേഷ്യറിൽ നിന്നുമുള്ള റിഫ്ലക്ഷൻ ആ പ്രദേശമാകെ പ്രകാശമയമാക്കിയിരുന്നു. ഗസ്റ്റ് ഹൗസിന് പുറത്തായി നമ്മുടെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പടവുകൾ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക്. റൂമിൽ നിന്നും പുറത്തേക്കുള്ള അവിസ്മരണീയമായ കാഴ്ച. കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ മേലെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. വൈകിയപ്പോഴേക്കും ടെമ്പറേച്ചർ പിന്നെയും താഴാൻ തുടങ്ങി. രാത്രി 9 മണിയായപ്പോഴേക്കും -5 താണു. കുളിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. മേലെ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല കിതപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. 10,000 അടിക്ക് മുകളിലായതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് കാരണം. സംസാരിക്കാൻ പോലും നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പിടിപെടാറുള്ള AMS നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. കഴിഞ്ഞ തവണയും എനിക്ക് കീലോങ്ങിൽ വെച്ച് AMS പിടിപെട്ടതാണ്. അന്ന് എന്റെ സ്ഥിതി വളരെ ക്രിട്ടിക്കലായിരുന്നു. ഡൽഹിക്കാരനായ ഒരു പയ്യൻ തന്ന ഡയമോക്സ് എന്ന ടാബ്ലറ്റ് ആണ് അന്ന് എന്നെ രക്ഷിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്രയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു.
ഫസ്റ്റിലത്തേത് ക്യാൻസൽ ചെയ്തത് പാർവതി വാലി. പാർവതി വാലി കറക്റ്റ്. അത് ക്യാൻസൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രതിവട്ടന് ട്രക്കിങ് വേണ്ട പറ്റില്ല എന്നുള്ള കാരണം അത് ക്യാൻസൽ ചെയ്തത്. ബിയാസ് കൊണ്ട് ക്യാൻസൽ ചെയ്തത് ഈ മഞ്ഞിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്ന് കിലോങ്, ബാരലാച്ച, പിന്നെ ചന്ദ്രത്താള് എല്ലാം ഐസ് കാരണം ബ്ലോക്ക് ചെയ്തിരിക്കാം. അത് ക്യാൻസലായി. ഇനിയിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കിലോങ്ങിലുള്ളത്. കിലോങ്ങിന് മേലെ പോകാൻ പറ്റുമെന്നില്ല കാര്യം. നാളത്തെ ഐസ് എത്ര വീണ്, മഞ്ഞ് വീണ് ഇപ്പൊ ടെമ്പറേച്ചർ കണ്ടോണ്ടേ ഇപ്പോൾ -5 രാവിലെ 7 മണിയാകുമ്പോൾ -7 ആകുന്നത്, -8. നമുക്ക് ഈ ടെമ്പറേച്ചർ വിഷയമല്ല. നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്നോഫോളാണ്. സ്നോഫോള് വന്നാൽ മാത്രമേ റോഡ് ബ്ലോക്ക് ആവില്ല. എത്ര മൈനസ് ടെമ്പറേച്ചറും നമുക്ക് റോഡ് ക്ലിയർ ആയിരിക്കും. സ്നോഫോൾ ഉണ്ടെങ്കിൽ മാത്രമേ റോഡിന്റെ പ്രശ്നം വരുള്ളൂ. സ്നോഫോൾ ഇല്ലെങ്കിൽ നമുക്ക് മേലെ ബാരലാച്ചിൽ പോകാൻ പറ്റും. തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മൾ താഴെ ഗസ്റ്റ് ഹൗസിന്റെ കിച്ചണിലുള്ള ചൂളയ്ക്ക് ചുറ്റും അഭയം തേടി. തണുപ്പിൽ നിന്നും തെല്ല് ആശ്വാസം ലഭിച്ച ഞങ്ങൾ റൂമിലേക്ക് പോയി. 3-4 ലെയറിലായി ബനിയനും ജാക്കറ്റും അതിനുമേലെ 2 കമ്പിളിപ്പുതപ്പും പുതച്ചിട്ടും തണുപ്പ് മാറുന്നില്ല. കൂടാതെ ശ്വാസം മുട്ടലും. ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 12 മണിയായി കാണും. പുറത്ത് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ടെമ്പറേച്ചർ -8 താണിരിക്കുന്നു. വെള്ളം ഐസ് ആകുന്നതിലും താഴെയാണ് തണുപ്പ്. നാളത്തെ പരിപാടി എന്താകുമോ ആവോ. വലിയ അനിശ്ചിതത്വത്തിലാണ് നമ്മൾ.